ബൈബിളിലെ 10 അടിസ്ഥാന ഉപദേശങ്ങളാണ് തുടർന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. പ്രാരംഭമായിട്ട് വേദപുസ്തക ശാസ്ത്രം അഥവാ ബിബ്ലിയോളജി. 1. വേദപുസ്തക ശാസ്ത്രം എന്നാൽ എന്ത്? ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിന് പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. ബിബ്ലിയ എന്ന വാക്ക് ബൈബിൾ എന്ന് ഇംഗ്ലീഷുകാർ പരിഷ്കരിച്ച് സ്വീകരിച്ചു. അതിനും പുസ്തകങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. എങ്കിലും ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ദൈവവചന സമാഹാരത്തിന് അവർ ബൈബിൾ എന്ന് പേരിട്ടു. ആ പേര് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് ഇന്നും നിലനിൽക്കുന്നു. ദൈവിക വെളിപ്പാടുകളുടെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൻ്റെ ഉത്ഭവം, ബൈബിൾ എഴുതപ്പെട്ട കാലവും രചയിതാക്കളും, ആധികാരികത അഥവാ കാനോൻ, ദൈവാത്മനിശ്വസ്തത, ബൈബിളിൻ്റെ നിസ്തുല്യത എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് വേദപുസ്തക ശാസ്ത്രം അഥവാ ബിബ്ലിയോളജി. 2. ബൈബിൾ എന്ന പദത്തിൻ്റെ ഉത്ഭവം. ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ പദത്തിന് പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. ബിബ്ലസ് അഥവാ പാപ്പറസ് എന്ന ചെടിയിൽ നിന്നും ഉണ്ടാക്കി എഴുതാൻ ഉപയോഗിച്ചിരുന്ന കട്ടിക്കടലാസാണ് ബിബ്ലിയോൺ. ബിബ്ലിയോൺ ഏകവചനം എന്നതിന് പുസ്തകം എന്നും, ബിബ്ലോസ് ബഹുവചനം ബിബ്ലിയ അല്ലെങ്കിൽ എന്നതിന് പുസ്തകങ്ങൾ എന്നുമാണ് അർത്ഥം. BC 1100 ഈജിപ്തിൽ നിന്നും ഫൊയ്നീഷ്യയിലെ ഗേബൽ തുറമുഖത്തേക്ക് ഈ ബിബ്ലിയോൺ കയറ്റി അയച്ചിരുന്നു. അതിനാൽ ഗേബൽ പട്ടണം പിന്നീട് ബിബ്ലോസ് പട്ടണം എന്നറിയപ്പെട്ടു. ഈ പാപ്പറസ് അഥവാ ബിബ്ലസ് കടലാസിൽ ചിലത് BC 1100 നിർമ്മിച്ചത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ആദ്യമായി എഴുതിയത് മൃഗങ്ങളുടെ തോൽ ചുരുളുകളിലാണ്. AD 2-ാം നൂറ്റാണ്ട് മുതൽ തിരുവെഴുത്തുകൾക്ക് ടാ ബിബ്ലിയ എന്ന പേര് വിളിച്ചു തുടങ്ങി. AD 1382 ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ഭാഷാന്തരം ചെയ്ത ജോൺ വിക്ലിഫ് ബൈബിൾ എന്ന പദം സ്വീകരിച്ചു. ദ ബൈബിൾ. യോഹന്നാൻ 21:25, 2 തിമോത്തിയോസ് 4:13 ആദിയായ ഭാഗങ്ങളിൽ ബിബ്ലിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള പദമാണ് ബൈബിൾ. ബൈബിൾ എഴുതപ്പെട്ട കാലവും രചയിതാക്കളും. ആദാം മുതൽ ഉള്ള പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം നേരിട്ട് അരുളപ്പാടുകൾ കൊടുത്തിരുന്നു. ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവർ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വാമൊഴിയായും വരമൊഴിയായും ലഭിച്ച വിവരങ്ങൾ ശേഖരിച്ച് മോശ ആദ്യമായി എഴുതി തയ്യാറാക്കിയത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. പിന്നീട് സീനായി പർവ്വതത്തിൽ വെച്ചും മരുപ്രയാണ വേളകളിലും ദൈവം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും രേഖയാക്കിയവയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഇത് ഏകദേശം BC 1600 ആയിരുന്നു എന്ന് കണക്കാക്കുന്നു. തുടർന്ന് BC 1600-നും 400-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 30 എഴുത്തുകാരാൽ തയ്യാറാക്കപ്പെട്ട പഴയ നിയമവും AD 40 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 8 എഴുത്തുകാരാൽ തയ്യാറാക്കപ്പെട്ട പുതിയ നിയമവും ഉൾപ്പെടുന്ന 66 പുസ്തകങ്ങൾ ചേർന്നതാണ് സത്യവേദ പുസ്തകം. എഴുത്തുകാരിൽ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൈദ്യന്മാർ, മുക്കുവന്മാർ, പണ്ഡിതന്മാർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഉൾപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ പരിതസ്ഥിതിയിലും വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലങ്ങളിലും ഇരുന്ന് എഴുതിയ ഈ 66 ഗ്രന്ഥങ്ങൾക്കും അത്യത്ഭുതകരമായ ആശയപ്പൊരുത്തമാണുള്ളത്. പാപിയായി തീർന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗം യേശുക്രിസ്തുവിൻ്റെ അഥവാ മശിഹ പ്രായശ്ചിത്തത്തിലൂടെ എന്നതാണ് പഴയ പുതിയ നിയമങ്ങളുടെ പൊതുവായ സന്ദേശം. 4. ബൈബിൾ ഭാഷകൾ. പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടത്. എങ്കിലും മറ്റു ഭാഷകളുടെ സ്വാധീനവും ബൈബിളിൽ ദൃശ്യമാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 31:47, ഇരമ്യാവ് 10:11, ദാനിയേൽ 2:4 മുതൽ 7 വരെ 28 വാക്യം, എസ്ര 4:8 മുതൽ 6:18 വരെ, 7:12 മുതൽ 26 വരെ എന്നിവയും പുതിയ നിയമത്തിൽ മർക്കോസ് 5:41, 7:34, 14:36, 15:34, 1 കൊരിന്ത്യർ 16:22 എന്നിവയും ആരാമ്യ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി 4:45 ഈജിപ്ഷ്യൻ ഭാഷയിലും, 2 രാജാക്കന്മാർ 18:26, ദാനിയേൽ 1:7, 2 രാജാക്കന്മാർ 18:17 എന്നിവ ബാബിലോന്യ അസീറിയൻ ഭാഷയിലും, എസ്ര 8:36, എസ്തർ 3:12, ദാനിയേൽ 5 ദൈവിക വെളിപ്പാട്. മനുഷ്യനെ സ്വന്തം നിലയിൽ അറിയുവാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ അവന് പകർന്നു കൊടുക്കുന്ന കർമ്മമാണ് വെളിപ്പാട്. എബ്രായർ 1:1, ആമോസ് 3:7. പ്രധാനമായും 2 നിലയിലുള്ള വെളിപ്പാടുകളെക്കുറിച്ച് ദൈവവചനം പ്രസ്താവിക്കുന്നുണ്ട്. 1. പ്രകൃതിയിലെ വെളിപ്പാട് അല്ലെങ്കിൽ നാച്ചുറൽ റെവലേഷൻ. പ്രകൃതിയിൽ കാണുന്ന വെളിപ്പാടുകൾ അപൂർണവും അവ്യക്തവുമാകിയാൽ
വ്യക്തവും പൂർണ്ണവുമായ വെളിപ്പാട് ആവശ്യമാണ്. റോമർ 1:19-20, സങ്കീർത്തനം 19:1. മനുഷ്യൻ്റെ ആത്മീയ ആവശ്യം സാധിക്കുന്നതിനും ആത്മീയ ആർത്തി ശമിക്കുന്നതിനും ദൈവിക വെളിപ്പാട് കൂടിയേ തീരൂ. 2. പ്രകൃത്യാതീത വെളിപ്പാട്, സൂപ്പർ നാച്ചുറൽ റെവലേഷൻ. 1 കൊരിന്ത്യർ 2:10-12 വരെ, എബ്രായർ 1:1-2 വാക്യങ്ങൾ നോക്കുക. ദൈവിക വെളിപ്പാടുകൾക്ക് മർമ്മങ്ങൾ എന്ന വേദപുസ്തകത്തിൽ കാണുന്ന വാക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്ന അർത്ഥത്തിലല്ല, തൽക്കാലം മറിഞ്ഞിരിക്കുകയും ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രം അറിയുവാൻ കഴിയുന്നവ എന്ന അർത്ഥത്തിലുമാണ് വിവക്ഷിക്കുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട അത്ഭുതങ്ങൾ, മനുഷ്യനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ, നിറവേറിയ പ്രവചനങ്ങൾ, ഭാവി പരിപാടികളെക്കുറിച്ചുള്ള പ്രഖ്യാപനം എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്ന ചില ഉദാഹരണങ്ങളാണ്. 6. ആധികാരികത അഥവാ കാനോൻ. കാനോൻ എന്ന പദം കാനഹ് എന്ന എബ്രായ ധാതുവിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാനോൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുത്ഭവിച്ചതാണ്. കാനോൻ എന്നതിന് അളവുകോൽ എന്നാണ് അർത്ഥം. ഒറിജിൻ AD 184 മുതൽ 284 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പദം ഉപയോഗിച്ചു. എന്നാൽ ദൈവിക അരുളപ്പാടുകളുടെ പട്ടിക എന്ന ആശയത്തിൽ തിരുവെഴുത്തുകൾക്ക് ഈ പദം ഉപയോഗിച്ചത് അലക്സാൻഡ്രിയയിലെ ബിഷപ്പായിരുന്ന അത്തനേഷ്യസ് ആണ്. AD 296 മുതൽ 373 വരെ. വായനക്കാരുടെ ഹൃദയത്തിൽ ദൈവവചനമെന്ന് വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുകയും ദൈവനിയോഗത്താൽ എഴുതപ്പെട്ട വെളിപ്പാടുകളും അരുളപ്പാടുകളും ആണെന്ന് എഴുത്തുകാർ അവകാശപ്പെടുകയും സമകാലീനരായ പ്രധാനപ്പെട്ട വിശ്വാസികൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവിക അധികാരത്തോടു കൂടിയ പുസ്തക സഞ്ചയത്തെയാണ് വേദപുസ്തക കാനോൻ എന്ന് പറയുന്നത്. 1. പഴയ നിയമ കാനോൻ. BC 400 ആയപ്പോഴേക്കും പഴയ നിയമ പുസ്തകങ്ങൾ 39 എണ്ണവും എഴുതപ്പെട്ടു കഴിഞ്ഞു. ക്രിസ്തുവിന് മുമ്പുള്ള യഹൂദജനത ഇവയെല്ലാം തിരുവെഴുത്തുകളായി അംഗീകരിച്ചിരുന്നു. കർത്താവും ഈ പുസ്തകങ്ങൾ തിരുവെഴുത്തായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ലൂക്കോസ് 24:44. യഹൂദന്മാരുടെ സിനഗോഗിൽ അഥവാ പള്ളികളിൽ ഈ പുസ്തകങ്ങളാണ് പ്രമാണമായി കർത്താവ് ഉപയോഗിച്ചത്. അപ്പോസ്തല കാലത്തും ആദിമ നൂറ്റാണ്ടുകളിലും ഈ 39 പുസ്തകങ്ങൾ തിരുവെഴുത്തുകൾ തന്നെയാണെന്ന് അംഗീകരിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലും മിക്കവാറും എല്ലാ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും ഉദ്ധരണികൾ കാണുവാൻ കഴിയുന്നുണ്ട്. 69 ഉദ്ധരണികൾ. ഇസ്രയേൽ എന്നും 39 പുസ്തകങ്ങളെ മാത്രം തിരുവെഴുത്തുകളായി അംഗീകരിച്ചു പോരുന്നു. 2. പുതിയ നിയമകാനോൻ. അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ പഴയ നിയമ പുസ്തകങ്ങളും ഏതാനും പുതിയ നിയമ പുസ്തകങ്ങളും ചേർത്ത് ദൈവവചനമായി സ്വീകരിച്ചു പോന്നു. പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ കാലത്ത് പത്രോസിനോടുകൂടെ സഞ്ചരിച്ച മർക്കോസും പൗലോസിനോടുകൂടെ സഞ്ചരിച്ച ലൂക്കോസും കൂടാതെ യാക്കോബും യൂദയും സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇവയ്ക്ക് അപ്പോസ്തലന്മാരുടെ അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, അപ്പോസ്തോലിക ശിഷ്യന്മാരും സഭാപിതാക്കന്മാരുമായവരിൽ പ്രമുഖരായ ക്ലെമൻസ്, പോളികാർപ്പ്, ഇഗ്നേഷ്യസ്, ബർന്നബാസ്, തെർത്തുല്യൻ, ഒറിജൻ, യൂസീബിയസ് തുടങ്ങിയവർ 27 പുസ്തകങ്ങളും തിരുവെഴുത്തുകളായി അംഗീകരിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ യൂസീബിയസിനോട് 50 വേദപുസ്തക പ്രതികൾ ഏറ്റവും നല്ല തുകലിൽ ഭംഗിയായി എഴുതി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ പുതിയ നിയമമായി അംഗീകരിച്ചിരുന്ന ഈ 27 പുസ്തകങ്ങളാണ് എഴുതി കൊടുത്തത്. AD 397 കാർത്തേജിൽ കൂടിയ സഭാപിതാക്കന്മാരുടെ സുനഹദോസ് ആണ് 27 പുസ്തകങ്ങൾക്ക് ആദ്യമായി അംഗീകാരം കൊടുത്തത്. പൗലോസ് തൻ്റെ ലേഖനങ്ങളും ഉപദേശങ്ങളും ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2:7-13 വരെ, 1 തെസ്സലോനിക്കർ 2:13. പത്രോസ് താൻ പഠിപ്പിച്ച സത്യങ്ങളും എഴുതിയ ലേഖനങ്ങളും തൻ്റെ മരണശേഷവും സഭകളിൽ നിലവിൽ ഉണ്ടായിരിക്കണമെന്നും അവ ദൈവാത്മ നിശ്വസ്തമാണെന്നും അവകാശപ്പെട്ടു. 2 പത്രോസ് 1:13-15 വരെ, 20, 21, 3:1-2. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് അത് കർത്താവ് പറഞ്ഞതനുസരിച്ച് എഴുതുകയാണെന്ന് അവകാശപ്പെട്ടിരിക്കുന്നു. 1:11-20 വാക്യങ്ങൾ. 7. അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ. അപ്പോക്രിഫ എന്ന വാക്കിന് മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജെറോം കാനോനികങ്ങളല്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് ഈ പേര് നൽകി. BC 200 മുതൽ AD 70 വരെയുള്ള കാലഘട്ടത്തിലാണ് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത്. ഇതിൽ പലതിൻ്റെയും ഗ്രന്ഥകർത്താക്കൾ ആരാണെന്ന് വ്യക്തമല്ല. ഇവ തള്ളപ്പെടാനുള്ള കാരണങ്ങൾ: 1. എബ്രായ പണ്ഡിതന്മാരും റബിമാരും ഇവ അംഗീകരിച്ചിരുന്നില്ല. 2. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഇവയിൽ നിന്നും ഒന്നും സ്വീകരിച്ചിട്ടില്ല. 3. ആദിമ സഭാപിതാക്കന്മാർ ഇവയെ തിരുവെഴുത്തായി അംഗീകരിച്ചിരുന്നില്ല.
അപ്പോക്രിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളെ റോമൻ കത്തോലിക്ക സഭ AD 1546 ട്രെൻറ്റ് സിനോദോസിൽ ആലോചന വിഷയമാക്കി. പിന്നീട് അവയിൽ ചിലത് അവർ ബൈബിളിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 8. ദൈവാത്മനിശ്വസ്തത. ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങൾ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുന്നതിന് നിയോഗിക്കപ്പെട്ട മനുഷ്യർക്ക് ലഭിച്ച പരിശുദ്ധാത്മ വ്യാപാരത്തിനാണ് ആത്മനിശ്വസ്തത എന്ന് പറയുന്നത്. 2 തിമോഥെയോസ് 3:16. ഇവിടെ ദൈവശ്വാസ്യം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം തിയോപ്ന്യൂസ്റ്റിക് എന്നാണ്. ദൈവം നിശ്വസിച്ചത് എന്നാണ് അർത്ഥം. ഗോഡ് ബ്രീത്ത്. അതായത് ഇയ്യോബ് 33:4 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശ്വാസമായ ആത്മാവിനാൽ എഴുതപ്പെട്ടത് എന്നാണ് അർത്ഥം. എഴുത്തുകാർ മാത്രമല്ല, എഴുതപ്പെട്ട വാചകങ്ങൾ, വാക്കുകൾ, അക്ഷരങ്ങൾ മാത്രമല്ല, വള്ളിയോ പുള്ളിയോ പോലും ആത്മനിശ്വസ്തമാണ്. വിവിധ ഭാഷകളിലേക്ക് ചെയ്തിട്ടുള്ള പരിഭാഷകളെക്കുറിച്ചല്ല ഈ പരാമർശം. 9. ദൈവവചനത്തിൻ്റെ സത്യസന്ധത. ആർക്കും വിശ്വസിക്കാവുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. കാരണം അതിൽ അവാസ്തവമായ ഒരു പ്രസ്താവനയും ഇല്ല. അതുതന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ ദൈവാത്മനിശ്വസ്തതയ്ക്ക് തെളിവായിരിക്കുന്നു. ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 119:80 പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചവരെല്ലാം പരാജയം സമ്മതിച്ചു. 1000-ലേറെ വർഷങ്ങൾ കൊണ്ട് 38 എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 2 ഭാഷകൾ എഴുതി തീർത്ത ഈ പുസ്തകം ഒറ്റ ഗ്രന്ഥമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നത് എത്ര അത്ഭുതകരമായ നിലയിലാണ്. തെറ്റിക്കൂടാത്ത പ്രവചനങ്ങൾ ദൈവവചനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് നല്ല തെളിവാണ്. ഉദാഹരണമായി, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിലയിലും സമയത്തും സ്ഥലത്തും തന്നെ കൃത്യമായി സംഭവിച്ചുവല്ലോ. 1 കൊരിന്ത്യർ 15:3 തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. യെശയ്യാവ് 20:1 പറയുന്ന സർഗോൺ എന്ന രാജാവിനെക്കുറിച്ച് വേണ്ടത്ര ചരിത്രരേഖകൾ ഇല്ലാത്തതിനാൽ ബൈബിളിൽ തെറ്റുണ്ടെന്ന് എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്കയിൽ രേഖപ്പെടുത്തിയുണ്ടായി. എങ്കിലും പിൽക്കാലത്ത് നടന്ന ഗവേഷണങ്ങൾ മൂലം ആദ്യത്തെ പരാമർശം തിരുത്തുകയും ബൈബിൾ സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. 10. ദൈവവചനത്തിൻ്റെ പ്രകാശനം അഥവാ ഇലൂമിനേഷൻ. പ്രകാശനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസോ എന്ന ക്രിയാപദം സുവിശേഷങ്ങളിൽ കൂടി ക്രിസ്തു നൽകുന്ന പ്രകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 1:9, 2 തിമോഥെയോസ് 1:10. മാനസാന്തരാനുഭവത്തിൻ്റെ പ്രകാശനം എബ്രായർ 6:4. തിരുവചന സത്യങ്ങളുടെ ഗ്രഹണം എഫേസർ 1:18 എന്നിങ്ങനെ അവയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. പൊതുവായി പറഞ്ഞാൽ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വിശ്വാസികളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനെയാണ് ദൈവവചനത്തിൻ്റെ പ്രകാശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവവചന പാരായണം, ദൈവവചന ധ്യാനം, പ്രാർത്ഥന എന്നിവയാണ് ഇതിലെ മുഖ്യ ഘടകങ്ങൾ. ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ അതിശുഭമരുളിടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതു താൻ നൂനം. ജീവനുണ്ടാക്കും ജഗതിയിൽ ജനങ്ങൾ അതിശുഭമരുളിടും നിത്യ ജീവാത്മസൗഖ്യം ദേവാത്മാവരുളും വഴിതു താൻ